Welcome back to part 3 of economic functions. Production function. Production function എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രൊഡക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രൊഡക്ഷൻ സിംപ്ലി മീൻസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്സിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഇൻപുട്സിൽ എന്തൊക്കെ വരും? നമ്മൾ യൂഷ്വലി എപ്പോഴും പറയുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓണ്ടർപ്രീനർഷിപ്പ്. ഇത്രയുമാണ് മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. So these are the major factors of input that can determine the maximum output for a certain price. The production of a commodity depends on the labor and capital inputs. If X is denoted as the production of a commodity, L labor and K capital for producing that commodity, then X is a function of labor and capital. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എൽ ലേബറും കെ ക്യാപിറ്റലും ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് എന്തൊക്കെയാണ്? ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂസ് ഫോർ പ്രൊഡ്യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ കമോഡിറ്റി എക്സ്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്സിൻ്റെ നേച്ചറിനെ ആശ്രയിച്ചാണ് നമ്മൾ ഷോർട്ട് റൺ എന്നും ലോങ് റൺ എന്നും പ്രൊഡക്ഷൻ ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അലൗസ് ഫോർ ലിമിറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫിക്സഡ് ഇൻപുട്സ്. പീരിയഡ് ഓഫ് ടൈം ഇൻ വിച്ച് quantities of one or more production factors cannot be changed is known as short run production function. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്ടർ, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, വേരി ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുക. As different from short-run production function, in the long-run production function, the firm is able to expand its production by varying all the inputs. അപ്പോൾ മെയിൻ വ്യത്യാസം എന്താണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ളത്? ലോങ് റണ്ണിൽ ദ ഫേം ഈസ് ഏബിൾ ടു ചേഞ്ച് ഓൾ ദ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സിനെയും ഫേമിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ്? ഫേം ഈസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടർ, ഒരു ഫാക്ടറെങ്കിലും ഫേമിന് ചേഞ്ച് ചെയ്യാൻ, വേരി ചെയ്യാൻ പറ്റാത്തതായിട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഫാക്ടറിനെ എന്താ പറയുക? ഫിക്സഡ് ഇൻപുട്ട്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ്. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദ ലേബർ ഇൻപുട്ടാണ്. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ എൽ. ഇപ്പോൾ എക്സ് ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നതെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ക്യൂ ഡിവൈഡഡ് ബൈ എൽ ഇസ് ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇനി ക്യാപിറ്റലിൻ്റെതാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ക്യൂ ഡിവൈഡഡ് ബൈ ദ ക്യാപിറ്റൽ ഇൻപുട്ട്. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ കെ എന്നാണ് വരുന്നത്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ കമ്പനീസ് ഇൻക്രീസ് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ വെൻ വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ഇസ് ആഡഡ്. നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ലേബറും കൂടി ആഡ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷനിൽ വന്ന ചേഞ്ച് ആണ്. അവിടെ നമ്മൾ ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്കറിയേണ്ടത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറും കൂടി എംപ്ലോയ് ചെയ്തപ്പോൾ കമ്പനിയുടെ ഔട്ട്പുട്ടിൽ വന്ന മാറ്റം എന്താണെന്നാണ് നമുക്കറിയേണ്ടത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ആണ് അറിയേണ്ടതെങ്കിൽ വി ആർ കീപ്പിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കോൺസ്റ്റൻറ്റ് ദെയർ. അത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ നോക്കുവാണ് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും കൂടി എംപ്ലോയ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വന്ന മാറ്റം എന്തോരമാണ്. ഇപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇവിടെ രണ്ടെണ്ണത്തിനെ കാണിച്ചിട്ടുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്. അതുപോലെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഇൻപുട്ടാണ്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ശരാശരിയാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഒരു 100 യൂണിറ്റ് ഓഫ് ഒരു കമോഡിറ്റി എക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് വിത്ത് 10 യൂണിറ്റ്സ് ഓഫ് ലേബർ. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ നമ്മൾ അവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മൊത്തം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. 100 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ഓഫ് ലേബറാണ് ഉപയോഗിക്കുന്നത്? 10 യൂണിറ്റ് ഓഫ് ലേബറാണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 10 ആണ് അവിടുത്തെ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. Marginal rate of technical substitution or MRTS shows the rate at which you can substitute one input for another input without changing the level of resulting output. MRTS പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് MRS ആൻഡ് IC.
മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. അതുപോലെ MRTS അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് എൻ ഐസോകോണ്ട്. An isocont shows all the combinations of input that gives the same level of output. Isocont is also known as equal product curve or a product indifference curve. The marginal rate of technical substitution is based on a two-variable production function. അതായത് രണ്ട് വേരിയബിൾസ് ആണ് ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ളത്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. MRTS shows the rate at which you can substitute one input for another input എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതായത് നമ്മളിപ്പം ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിച്ചേക്കുന്ന ലേബർ എന്ന് പറയുന്ന ഇൻപുട്ടും ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇൻപുട്ടുമാണ്. ഇഫ് വി ആർ ഡിക്രീസിങ് വൺ ഓഫ് ദി ഇൻപുട്സ് ദെൻ വി ക്യാൻ ഇൻക്രീസ് ദ അതർ ഇൻപുട്ട്. ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വേറൊരു ഇൻപുട്ടിനെ അവിടെ സാക്രിഫൈസ് ചെയ്തിരിക്കണം. അതാണ്, എന്നാൽ മാത്രമേ നമുക്ക് ആ ഐസോകോണ്ടിൽ തന്നെ റിമെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. Next is factor intensity. Factor intensity is nothing but the capital labor ratio. ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ദ അപ്പർ പാർട്ട് ഓഫ് ദ ഐസോകോണ്ട് ഇൻക്ലൂഡ്സ് മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോസസ്സസ് ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് ദ ഐസോകോണ്ട് ഇൻക്ലൂഡ്സ് മോർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. Law of variable proportion. This is related to the short-term production function. If a producer increases the units of a variable factor while keeping other factors fixed, then initially the total product increases at an increasing rate, then it increases at a diminishing rate and finally starts declining. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ഫാക്ടറെങ്കിലും ഫിക്സ്ഡ് ആയിരിക്കും, നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് വി കീപ്പ് ഓൺ ആഡിങ് ദ വേരിയബിൾ ഫാക്ടർ ടു എ ഫിക്സഡ് ഫാക്ടർ, then initially what happens, the total productivity of the variable factor first increases at an increasing rate. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ആദ്യം ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും, പിന്നെയും ഇൻക്രീസ് ചെയ്യും, പക്ഷേ അതൊരു ഡിമിനിഷിങ് റേറ്റിലായിരിക്കും. ആൻഡ് ദെൻ ഫൈനലി വാട്ട് ഹാപ്പൻസ്, ഫൈനലി ഇറ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. Then returns to scale. Returns to scale is related to the long run production function. It refers to the changes in output as all the factors change by the same proportion. Cost function. Cost functions are derived functions. Derived functions means അതിനെ നമ്മൾ വേറെ ഏതോ ഒരു ഫംഗ്ഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. They are derived from the production function which describes the available efficient methods of production at any one time. There are two types of cost function, short run cost and long run cost. Short run cost are the cost over a period during which some factors of production are fixed. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചപ്പോഴും ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നു. അത് തന്നെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ്റെ കേസിലും വരുന്നത്. The long run cost are the cost over a period long enough to permit the change of all the factors of production. In the long run, all the factors are variable. Total cost is a multivariable function. Multivariable function എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിറ്റർമിൻഡ് ബൈ മെനി ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Symbolically, we may write the long run cost function as C is equal to, that is cost is equal to function of X, T, PF. X is the output, T is the technology, and PF means the prices of factors. Then the short run cost function C is equal to function of X, T, PF and K. K is the fixed factor. നമ്മൾ പറഞ്ഞായിരുന്നു ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനിൽ ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ടാകും, എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെ ബാർ ആണ് ഫിക്സഡ് ഫാക്ടേഴ്സിനെ കാണിച്ചേക്കുന്നത്. കെ ബാർ ഷോസ് ദ ഫിക്സഡ് ഫാക്ടേഴ്സ്. Graphically, costs are shown on two-dimensional diagrams. Such curves imply that cost is a function of output. രണ്ട് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. അതായത് ഒരു ആക്സിസിൽ നമ്മൾ കോസ്റ്റും കാണിക്കും, ഒരു ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടും കാണിക്കും. ദാറ്റ് മീൻസ് സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ്, കോസ്റ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട് എന്നാണ് ഇങ്ങനെയുള്ള ടു ഡയമെൻഷണൽ ഡയഗ്രാംസിൽ കാണിക്കുന്നത്. സെട്രിസ് പാരിബസ് എന്ന് പറഞ്ഞാൽ എന്താ, അതർ തിങ്സ് ബീങ് കോൺസ്റ്റൻറ്റ്, സി ഈസ് ഓൾറെഡി ഡിറ്റർമിൻഡ് ബൈ ദ ഔട്ട്പുട്ട്. Revenue function. If R is the total revenue of a firm, X is the quantity demanded or sold, and P is the price per unit of output, we may write the revenue function as R is equal to P into X. R is the revenue, P is the price, and X is the quantity. Revenue function expresses revenue earned as a function of the price of the good and quantity of the good sold. If there are n products
and P1, P2, P3 to Pn are the prices, and X1, X2, X3 to Xn units of these products are sold, then R is equal to P1 X1 plus P2 X2 plus P3 X3 plus അങ്ങനെ Pn Xn വരെ നമുക്ക് ഉണ്ടാവും. Profit function is the difference between the total revenue and the total cost. Revenue കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് profit. If X is the quantity produced by a firm, R is the total revenue and C is the total cost, then profit is equal to total revenue minus total cost. Saving and investment function. The relationship between disposable income and saving is called the savings function. അപ്പോൾ സേവിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം വാട്ട് ഇസ് ലെഫ്റ്റ് ബിഹൈൻഡ്, അതാണ് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം. The saving function can be represented in a general form as S is equal to function of Y, where S is the saving and Y is the income. It is assumed that whatever is not consumed is saved. Therefore, MPC plus MPS is equal to 1. The investment function shows the functional relationship between investment and rate of interest or income. So, investment may be written as a function of income and rate of interest. I is equal to function of I and small letter I and Y. I is the investment, small letter I is the rate of interest, and Y is the income.